ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണാൻ എങ്ങനെയാന്ന് പറഞ്ഞത് 1/2 ഇൻറ്റു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. രണ്ട് ഇക്വേഷൻസ് ആണ് കേട്ടോ. രണ്ടും നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അല്ല വേറെ ഇപ്പോൾ അടി തന്നൊരു ഇക്വേഷൻ നോക്കൂ. മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് 1/2 ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പം ഈ രണ്ട് ഇക്വേഷനും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി വൈഡായിട്ട് പറയാൻ പോവാണ്. അപ്പം എന്താണ് റീഓർഡർ? റീഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് എന്ത് ചെയ്യുക? ഓർഡർ ചെയ്യാം. അപ്പം റീഓർഡർ ക്വാണ്ടിറ്റി മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഹൗ മച്ച് സ്റ്റോക്ക് ഷുഡ് ബി ഓർഡേർഡ് വെൻ ദി സ്റ്റോക്ക് ലെവൽ ഫാൾ ടു ദി റീഓർഡർ പോയിന്റ്. അതായത് എന്താ പറയുന്നത്, റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ റീഓർഡർ ലെവലിലേക്ക് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എത്ര മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കണം. എന്തെന്ന് പറയുക, അപ്പം എന്താ പറഞ്ഞത്? ഇപ്പൊ റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഹൗ മച്ച് സ്റ്റോക്ക് ഷുഡ് ബി ഓർഡേർഡ് വെൻ ദി സ്റ്റോക്ക് ലെവൽ ഫാളിംഗ് ടു ദി റീഓർഡർ പോയിന്റ്. അതായത് റീഓർഡർ പോയിന്റ് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് റീഓർഡർ ലെവലിലേക്ക് എത്തുമ്പോൾ എത്ര വസ്തു നമ്മൾ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എത്ര പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം? മുൻകൂട്ടി തന്നെ തീരുമാനിക്കാം. അതിനെ നമ്മൾ എന്തെന്ന് പറയാം? റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയാം. പിന്നെ എന്താ പറയുന്നത്? The goal is to ensure that the new stock arrives just in time before the existing stock runs out without exceeding the maximum stock level. അതായത് ഈ സ്റ്റോക്കിന്റെ ക്വാളിറ്റി എന്താവാൻ പാടില്ല, കൂടാതെയും അതുപോലെ തന്നെ കുറയാതെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് സെക്യൂർ ആക്കി നമുക്ക് സേഫ് ആക്കി വെക്കാനായിട്ട് കഴിയും. വിത്തൗട്ട് എക്സീഡിങ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ദ ക്വാണ്ടിറ്റി ഈസ് ആൾസോ കോൾഡ് ദി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി because it is the most economical amount to order, minimizing cost. ഈ റീഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ എന്തെന്ന് കൂടി പറയും? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നും കൂടി പറയും. എന്താ കാരണം? ഇത് ഏറ്റവും ചെലവ് കുറച്ചാണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? ഇഫ് യു ഓർഡർ മോർ ദാൻ ഇക്യു യു ക്യാരിങ് കോസ്റ്റ്. എങ്ങനെയാ? കോസ്റ്റ് ടു സ്റ്റോർ ദി ഐറ്റംസ് ലൈക്ക് റെന്റ്, ഇൻഷുറൻസ് ആൻഡ് ഡാമേജ് റിസ്ക് വിൽ ഗോ അപ്പ്. അതായത് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഓർഡറിങ്ങിന്റെ കോസ്റ്റ് എന്ത് ചെയ്യാണ്? കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡറിങ്ങിന്റെ കോസ്റ്റും അതുപോലെ തന്നെ എന്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് ദി എക്കണോമിക് എമൗണ്ട് ഓർഡർ മിനിമൈസിങ് കോസ്റ്റ് കുറക്കുന്നതും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും കുറഞ്ഞതായ വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഫ്രീക്വൻലി വിച്ച് ഇൻക്രീസസ് യുവർ ഓർഡറിങ് കോസ്റ്റ്. അപ്പൊ രണ്ട് കോസ്റ്റ് പറഞ്ഞു. നേരത്തെ എന്താ പറഞ്ഞത്? ക്യാരിയിങ് കോസ്റ്റ്. ഇപ്പൊ പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് പറയുമ്പോൾ കോസ്റ്റ് ലൈക്ക് പേപ്പർ വർക്ക്, ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് മൈറ്റ് ഡിസ്ട്രപ്റ്റ് പ്രൊഡക്ഷൻ ഇഫ് മെറ്റീരിയൽസ് ആർ നോട്ട് അവൈലബിൾ ഓൺ ടൈം. അതെന്ന് പറയുന്നത് എന്താ? രണ്ട് പോയിന്റിൽ പറഞ്ഞു. അപ്പം ഒരു ഓർഡറിങ്ങിന്റെ അളവ് മെഷർമെന്റ് കൂടുതലായ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതലായ സ്റ്റോക്ക് സൂക്ഷിക്കാനായിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ എന്ത് ചെയ്യും? കൂടും. അപ്പൊ അതിനാണ് നമ്മളിവിടെ എന്തെന്ന് സൂചിപ്പിച്ചത്? ക്യാരിയിങ് കോസ്റ്റ് എന്ന്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? വെയർ ഹൗസിന്റെ റെന്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, സ്റ്റോഴ്സിന്റെ കോസ്റ്റ്, അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഓർഡറിംഗ് കോസ്റ്റിന്റെ ബേസിക് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ചെറിയ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ചെയ്താൽ എന്ത് ചെയ്യും? ഓർഡറിങ്ങിന്റെ കോസ്റ്റ് കുറയൂലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കോഴിക്കോട് SM സ്ട്രീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ലോ പ്രൈസിൽ കിട്ടാറുണ്ട്. അപ്പൊ കൂടുതലും എങ്ങനെ ലോ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് ഒരുപാട്
സാധനങ്ങൾ വാങ്ങുമല്ലോ, ബണ്ടിൽ സെറ്റ് ആയിട്ട് വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങുന്നതിന് എന്തുണ്ട്, പ്രൈസ് കുറച്ചിട്ടാ കിട്ടുക. പക്ഷെ അതിന് ഓരോന്ന് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അത്ര പ്രോഫിറ്റബിൾ അല്ല. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, കോസ്റ്റ് ഉണ്ട്. ആ, അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ നമ്മള് ക്യാരിങ് കോസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞത്, അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലായാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോക്കിൽ സെക്യൂർ ചെയ്ത് വെക്കാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. പിന്നെ ഓർഡറിംഗ് കോസ്റ്റിന്റെ കേസിൽ എന്താ പറഞ്ഞത്, ചെറിയ ചെറിയ അളവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ചെയ്താൽ എന്ത് ചെയ്യും, അതിന്റെ ഓർഡറിംഗ് കോസ്റ്റ് എന്താണ്, കൂടല്ലേ. അപ്പൊ ഇങ്ങനെ ഓർഡറിംഗ് കോസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെ, ഓർഡർ പ്രോസസിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതെല്ലാം അവിടെ പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്, പ്രോസസിംഗ്. ഓക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ ബാധിക്കും, നമ്മുടെ പ്രൊഡക്ഷന്റെ ബാധിക്കുമ്പോൾ എന്ത് ചെയ്യും, ലോസ് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ക്യാരിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഒന്നുകൂടി ഡിഫറെന്റ് ആയിട്ട് പറയുന്നുണ്ട്. ക്യാരിങ് കോസ്റ്റ് എന്താ പറയുന്നത്, ഇൻക്ലൂഡ് സ്റ്റോറേജ് ചാർജസ്, സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ചാർജുകളാണ് എന്തിൽ പറയുന്നത്, ക്യാരിങ് കോസ്റ്റിൽ പറയുന്നത്. അതായത് റെന്റ്, ഇൻഷുറൻസ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ മണി ടൈഡ് അപ്പ് ഇൻ ഇൻവെന്ററി, ലോസസ് ഫ്രം ഐറ്റംസ് ബിക്കമിങ് ഒബ്സല്യൂട്ട് ഓർ ബ്രോക്കൺ, ആൻഡ് കോസ്റ്റ് ലൈക്ക് സ്റ്റാഫ്, ലൈറ്റനിങ് എക്സെട്ര. ഏതൊക്കെയാ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റിലുള്ള ഇൻട്രസ്റ്റ്, അത് അവിടെ കണ്ടില്ലേ, ഇതാ ഇൻട്രസ്റ്റ് ഓൺ മണി ടൈഡ് അപ്പ് ഇൻ ഇൻവെന്ററി, അതുപോലെ തന്നെ സ്റ്റോക്ക്, ലോസസ് ഫ്രം ഐറ്റംസ് ബിക്കമിങ് ഒബ്സല്യൂട്ട് ഓർ ബ്രോക്കൺ, ആൻഡ് കോസ്റ്റ് ലൈക്ക് സ്റ്റാഫ്. അപ്പൊ എങ്ങനെ അവിടെ എന്തൊക്കെയാ പറയുന്നത്, വെയർ ഹൗസിന്റെ റെന്റ്, ഇൻഷുറൻസ്, സ്റ്റാഫിന്റെ സാലറി, ലൈറ്റിംഗ് ചാർജസ് ഒക്കെയാണ് അത് ക്യാരിങ് കോസ്റ്റിൽ പറയുന്നത്. പിന്നെ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് കോസ്റ്റ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഹാൻഡ്ലിംഗ്, പ്രോസസിംഗ് ദി ഓർഡർ, ആൻഡ് സംടൈംസ് ഹയർ പ്രൈസ് ഇഫ് സ്മാൾ ക്വാണ്ടിറ്റീസ് ആർ ഓർഡേർഡ്. അതായത് കൂടുതലായിട്ട് ഓർഡറിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ്, പിന്നെ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കോസ്റ്റ് ആവുന്നുണ്ട്. അതൊക്കെയാണ് എന്തിൽ പറയുന്നത്, ഓർഡറിംഗ് കോസ്റ്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇഒക്യു ആണ് പറഞ്ഞത്. ഇഒക്യു പറഞ്ഞു, ഇഒക്യുവിന്റെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് കോസ്റ്റ് ഉണ്ട്, ഏതൊക്കെയാ, ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ്. അത് രണ്ടും പറഞ്ഞു. ഇനി ഇഒക്യുക്ക് ഒരു ഫോർമുല ഉണ്ട്. ഇഒക്യു എന്ന് പറഞ്ഞാൽ ഇഒക്യു ഇസ് ഈക്വൽ ടു റൂട്ട് 2UO ഡിവൈഡഡ് ബൈ ഐ. ഇതിലുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ PDF അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവും കറക്റ്റ് ഇക്വേഷൻ. ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇഒക്യുന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2UO ഡിവൈഡഡ് ബൈ ഐ. അപ്പം 2 × U × O ഡിവൈഡഡ് ബൈ ഐ. യു മീൻസ് ആനുവൽ യൂസേജ്. ആനുവൽ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള എന്ത് യൂസേജ്, അല്ലെങ്കിൽ വർഷത്തിൽ ആവശ്യമായ ടോട്ടൽ യൂണിറ്റുകൾ എന്നൊക്കെ എന്ത് പറയാം, യുവിനെ പറയാം, ആനുവൽ യൂസേജ് അല്ലെങ്കിൽ യൂണിറ്റ് പെർ ഇയർ, ഒരു വർഷത്തിൽ ഉണ്ടാവുന്ന യൂണിറ്റ്സിന്റെ എണ്ണം. പിന്നെ O എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഓരോ ഓർഡർ ചെയ്യുമ്പോഴും ആ ഓർഡറിന്റെ കോസ്റ്റിനെ നമ്മൾ എന്തെന്ന് സൂചിപ്പിക്കുന്നത്, O എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ ഐ എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. ഓരോ യൂണിറ്റിനും ഓരോ വർഷത്തിൽ ക്യാരി ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇത് വെച്ചിട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മാർക്ക് സ്കോർ ചെയ്യാൻ സിമ്പിൾ ആണ് കേട്ടോ ഈ ഒരു ഇതില്, ക്വസ്റ്റ്യൻസിൽ. ഇനി പ്രോബ്ലം ഞാൻ ഇപ്പൊ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഞാൻ ഈ ഒരു യൂണിറ്റിന്റെ തിയറി മാത്രമാണ് കേട്ടോ പറയുന്നത്. പിന്നെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നത് അസംഷൻസ്, ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസംഷൻസ് ഏതൊക്കെയാണെന്നാ പറയാൻ പോകുന്നത്. ഓക്കെ, 4 അസംഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ദ ക്വാണ്ടിറ്റി നീഡഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഈസ് നോട്ട്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യണം, നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പം ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മുൻകൂട്ടി തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അറിയാനായിട്ട് കഴിയും. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് സ്റ്റേസ് ദി സെയിം, നോ ബൾക്ക് ഡിസ്കൗണ്ട്സ് ആണ് അല്ലെ. എക്സാം ഇതായിട്ട് പറയുന്ന ബ്രാക്കറ്റിൽ കോസ്റ്റ് പെർ യൂണിറ്റ് സ്റ്റേസ് ദി സെയിം, അതായത് യൂണിറ്റിന്റെ വില എന്താണ്, ഓരോ യൂണിറ്റിനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. കാരണം എന്തുണ്ടാവുന്നില്ല, മാറുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. പിന്നെ തേർഡ് പോയിന്റ്, ഓർഡറിംഗ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ആർ നൗൺ ആർ ഫിക്സ്ഡ്. ഓർഡറിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ക്യാരിങ് കോസ്റ്റ് എന്താണ്, ഫിക്സ്ഡ് ആണ് അല്ലെ. അതിന് എങ്ങനെ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്, ഫിക്സ്ഡ് ആയിട്ട് തന്നെ നമ്മൾ അറിയപ്പെടുന്നത്. ഓർഡറിംഗ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ആർ നൗൺ ആൻഡ് അറിയാവുന്നതാണ് നമുക്ക്, അതുപോലെ തന്നെ എന്താണ്, ഫിക്സ്ഡ് ആണ്, മാറ്റം വരുന്നില്ല. പിന്നെ ഗുഡ്സ് ഓർഡേർഡ് ആൻഡ് ആർ ഡെലിവേർഡ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് എനി ഡിലേ. ഗുഡ്സ് ഓർഡർ ചെയ്യുന്ന ഗുഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും, ഒരു ഡിലേ ഇല്ലാതെ, ഒരു ടൈം ലീഡ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. അപ്പം 4 അസംഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓൾറെഡി അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്, കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് അല്ലെ. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, ഓർഡറിംഗ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ആർ നൗൺ ആൻഡ് ഫിക്സ്ഡ്, അതെന്താ നമുക്ക് അറിയാവുന്നതാണ്, പോലെ തന്നെ ഫിക്സ്ഡ് ആണ് ഓർഡറിംഗ് ക്യാരിങ് കോസ്റ്റ്. പിന്നെ ഫോർത്ത് പോയിന്റ്, ഗുഡ്സ് ഓർഡർ ആർ ഡെലിവർഡ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് എനി ഡിലേ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഡെലിവറി ചെയ്യുന്നത്, ഒരു ഡിലേയും ഒരു ടൈം ലീഡും അതിൽ ഉണ്ടാവുന്നില്ല. 4 അസംഷൻസ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റോർ റെക്കോർഡ്സ് ആണ് കേട്ടോ. എന്താണ് സ്റ്റോർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല്, സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എടുത്തൊക്കെ ഉള്ളതിന് നമ്മൾ സ്റ്റോർ എന്ന് പറയാറില്ലേ. ആ സ്റ്റോറിൽ ഉണ്ടാവുന്ന റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ, എ ഗുഡ് ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം നീഡ് ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് വാട്ട് കംസ് ഇൻ ആൻഡ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഒരു ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്യുറേറ്റ് റെക്കോർഡ് എന്തിന്റെ, എന്താണ് വാട്ട് കംസ് ഇൻ ആൻഡ് വാട്ട് ഗോസ്, നമ്മളിലേക്ക് എന്താണ് കിട്ടുന്നത്, അതായത് അതിനെ എന്താണ് നമ്മളിൽ നിന്ന് ചെലവായി പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോർ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതിന് 2 മെയിൻ റെക്കോർഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ബിൻ കാർഡ്, സെക്കൻഡ് വൺ സ്റ്റോഴ്സ് ലെഡ്ജർ. ബിൻ കാർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിൻ എന്താണ്, ബിൻ കാർഡ് എന്താന്നൊക്കെ. അപ്പം എന്താണ് ബിൻ, നമ്മൾ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഒരു പ്രൊഡക്ട്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് പാർട്സ് ആക്കി തിരിക്കും. അതിൽ ഓരോ പാർട്സിലും ഓരോ പ്രൊഡക്ട്സ് ആണ് നമ്മൾ വെക്കുക, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതില് ഞാൻ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് ഇതെന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഈസ് ഇറ്റ്, എ കാർഡ് കെപ്റ്റ് അറ്റ് ഈച്ച് സ്റ്റോറേജ് ബിൻ ഓർ സെൽഫ്. ഓരോ സെൽഫിൽ എന്താ ചെയ്യുന്നത്, ഓരോ ഓരോ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിൻ കാർഡ് എന്ന് പറയുന്നത്. വാട്ട് ഇറ്റ് ഷോ, ഇതെന്താണ്, എന്താണ് ഷോ ചെയ്യുന്നത്, ഡേറ്റ്, ക്വാണ്ടിറ്റി, റിസീവ്ഡ്, ക്വാണ്ടിറ്റി ഇഷ്യൂഡ് ആൻഡ് റണ്ണിങ് ബാലൻസ്. അപ്പൊ എന്തൊക്കെയാണ് ഇത് ഷോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാർഡിൽ എന്തൊക്കെ കാണിക്കണം, ഡേറ്റ്, അതുപോലെ തന്നെ എന്ത്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് റിസീവ് ചെയ്തത്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്തു, ആൻഡ് റണ്ണിങ് ബാലൻസ്. പിന്നെ ഹു മെയിൻറ്റെയിൻസ് ഇറ്റ്, ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്റ്റോർ കീപ്പർ ആണ്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ഇറ്റ് മെയിൻറ്റെയിൻസ്, സ്റ്റോർ കീപ്പർ ഇൻസൈഡ് ദി സ്റ്റോർ അല്ലെ. അപ്പം സ്റ്റോർ കീപ്പർ ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വൈ യൂസ് ഇറ്റ്, ഇൻസ്റ്റന്റ് ചെക്ക് ഓഫ് സ്റ്റോക്ക് ലെവൽസ് റൈറ്റ് അറ്റ് ദി ബിൻ. അപ്പം ഇപ്പൊ എന്താണ് ബിൻ കാർഡ് എന്ന് ചോദിച്ചാല്, ഈ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് നമുക്കൊരു പാരഗ്രാഫ് എഴുതാനായിട്ട് കഴിയും. അപ്പം വൈ യൂസ് ഇറ്റ്, ഇൻസ്റ്റന്റ് ചെക്ക് ഓഫ് സ്റ്റോക്ക് ലെവൽസ് റൈറ്റ് അറ്റ് ദി ബിൻ.
അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ലെവൽസ് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ സെക്കൻഡ് ഏതാണ്, സ്റ്റോർ ലെഡ്ജർ ആണ്. സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, എ ഡീറ്റെയിൽഡ് റെക്കോർഡ് കെപ്റ്റ് ഇൻ ദി അക്കൗണ്ടിങ് ഓർ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞാല്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഷോ ചെയ്യുന്നത്, എന്തൊക്കെയാ നമുക്ക് കാണിക്കുന്നുണ്ട്, ഡേറ്റ്, ക്വാണ്ടിറ്റീസ്, യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വാല്യൂ ഫോർ റെസിപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് പ്ലസ് റണ്ണിങ് ബാലൻസ്. പിന്നെന്താ, ക്വാണ്ടിറ്റി പ്ലസ് വാല്യൂ. ഓക്കെ. അത് എന്തൊക്കെയാണ് അത് കാണിക്കുന്നത് പറഞ്ഞത്, സ്റ്റോർ ലെഡ്ജർ ഡേറ്റ് കാണിക്കുന്നുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉള്ളതാണെന്ന് കാണിക്കുന്നുണ്ട്, കോസ്റ്റിന്റെ യൂണിറ്റ് കാണിക്കുന്നുണ്ട്, ടോട്ടൽ വാല്യൂ, ഓരോ റെസിപ്റ്റ്സിന്റെയും ടോട്ടൽ വാല്യൂ, അതുപോലെ തന്നെ ഏത് റെസിപ്റ്റ്സ് ആണ് അതിന്റെ ടോട്ടൽ വാല്യൂ, അതുപോലെ തന്നെ ഇഷ്യൂ അതിന്റെ ടോട്ടൽ വാല്യൂ, പിന്നെ പ്ലസ് റണ്ണിങ് ബാലൻസ്, അതുപോലെ ക്വാണ്ടിറ്റി വാല്യൂ. പിന്നെ ആരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ മറ്റേത് പറഞ്ഞു നമ്മളെ ബിൻ കാർഡ് ആരാ മെയിൻ ചെയ്യുന്നത്, സ്റ്റോർ കീപ്പർ ആണല്ലേ. അപ്പോ നമ്മളെ സ്റ്റോർ ലെഡ്ജർ ആരാ കീപ്പ് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടന്റ് ഔട്ട്സൈഡ് ദി സ്റ്റോർ. ഇനി വൈ യൂസ് ഇറ്റ്, ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രൊവൈഡ്സ് മണി വർത്ത് ഓഫ് സ്റ്റോക്ക്, ഹെൽപ്സ് ഇൻ വാലുവേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം പ്രൊവൈഡ് മണി വർത്ത് ഓഫ് സ്റ്റോക്ക്, പിന്നെ ഹെൽപ്സ് ഇൻ വാലുവേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റോക്ക് റിപ്പോർട്ടുകൾ നമ്മൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നമ്മളെ ആനുവൽ എന്താണ് പറഞ്ഞത്, എന്താ പറയാ ഇപ്പൊ ഇതിന്, ആനുവൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ അതില് കുറച്ച് ഡോക്യുമെന്റ്സും കൂടി പറയുന്നത്, അതർ കീ ഡോക്യുമെന്റ്സ്. ഈ 3 ഡോക്യുമെന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്, അതിന്റെ ഫോർമാറ്റ് അടക്കം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഫസ്റ്റ് വന്നത് GRN പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. GRN പറഞ്ഞാൽ എന്താ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. അതിലെന്താ പറയുന്നത്, ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽസ് വെൻ ദേ അറൈവ്. അപ്പം മെറ്റീരിയൽസ് എത്തിയപ്പോ, അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, അതാ ഒരു ഈ ഒരു നെയിമിൽ തന്നെ ഉണ്ട് അല്ലേ, എന്താണെന്നുള്ളത്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ നമ്മളൊരു റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ്, അതിലെന്താ പറയുന്നത്, സ്റ്റോർ ഇഷ്യൂ റിക്വസ്റ്റ് ഫ്രം പ്രൊഡക്ഷൻ. അപ്പം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റോർ എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. പിന്നെന്താ, മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സ് ഐറ്റം റിട്ടേൺ ഫ്രം പ്രൊഡക്ഷൻ ബാക്ക് ടു സ്റ്റോർ. അതായത് ഉപയോഗിച്ച ശേഷം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, തിരിച്ചു കൊടുക്കുകയാണ് അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. സിമ്പിൾ ആണ്. അപ്പം ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അതർ കീ ഡോക്യുമെന്റ്സിൽ 3 പറഞ്ഞത്. ഫസ്റ്റ് വൺ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, സെക്കൻഡ് വൺ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ്, തേർഡ് വൺ മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പെർപച്വൽ ഇൻവെന്ററി സിസ്റ്റം. എന്താണ് പെർപച്വൽ ഇൻവെന്ററി സിസ്റ്റം? നമ്മൾ ഇൻവെന്ററി കൺട്രോളിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇൻവെന്ററി കൺട്രോളിൽ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് പെർപച്വൽ ഇൻവെന്ററി സിസ്റ്റംസ് ആണ്. അപ്പം അതിലെന്താ പറയുന്നത്, ടു അവോയ്ഡിങ് ഷട്ടിംഗ് ഡൗൺ വർക്ക് ഫോർ സ്റ്റോക്ക് ടേക്കിംഗ് and to enable regular checking, a system called the perpetual inventory system. അപ്പൊ എന്താണ് പെർപച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാല്, ഒരു സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്കിങ് നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അപ്പം
സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്നത് എന്താണ്, ഒരു സ്റ്റോക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്, പെർപ്പച്വൽ. അതാ ഇവിടെ തന്നെ പറയുന്നില്ലേ, റെഗുലർ ചെക്കിംഗ് ആണ് അല്ലെ. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്, പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് സിസ്റ്റം കീപ് ട്രാക്ക് ഓഫ് സ്റ്റോക്ക് ആൾ ദി ടൈം ബൈ റെക്കോർഡിംഗ് ഈച്ച് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഇമ്മീഡിയറ്റ്ലി. അപ്പം ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മെറ്റീരിയൽസിന്റെയും റെസിപ്റ്റും ഓരോ മെറ്റീരിയൽസിന്റെയും റെക്കോർഡിംഗ് ഈച്ച് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ഇമ്മീഡിയറ്റ്ലി. ഓരോ മെറ്റീരിയൽസിന്റെ റെസിപ്റ്റും അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഇമ്മീഡിയറ്റ്ലി, ഒരു ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിനും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മെറ്റീരിയൽസിന്റെ അപ്പൊ നമ്മളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പോകുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ടൂൾസ് ലൈക്ക് ബിൻ കാർഡ്സ് ആൻഡ് സ്റ്റോക്ക് ലെഡ്ജർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ത്, ബിൻ കാർഡും സ്റ്റോക്ക് ലെഡ്ജറും. അപ്പം ടൂൾസ് ലൈക്ക് ബിൻ കാർഡ്സ് ആൻഡ് സ്റ്റോർ ലെഡ്ജർ ഹെൽപ്പ് മെയിൻറ്റെയിൻ ദി സിസ്റ്റം ആസ് ദേ റെക്കോർഡ് ദി ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഷോ ദി കറന്റ് ബാലൻസസ്. അതായത് ഇതിന് സഹായിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ടൂൾസ്, ബിൻ കാർഡും അതുപോലെ തന്നെ സ്റ്റോക്ക് ലെഡ്ജറും. ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സ്റ്റോക്ക് നിലയും അതുപോലെ തന്നെ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഷോ ദി കറന്റ് ബാലൻസ്. ഇപ്പൊ എങ്ങനെ കറന്റ് ബാലൻസും അതുപോലെ തന്നെ ഫിസിക്കൽ മൂവ്മെന്റ്, സ്റ്റോക്കിന്റെ ഫിസിക്കൽ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഗുലർ ഫിസിക്കൽ ചെക്ക് ആർ ഡൺ ത്രൂ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. എ ഫ്യൂ ഐറ്റംസ് ആർ കൗണ്ടഡ് ഡെയിലി ആൻഡ് കമ്പയർഡ് വിത്ത് റെക്കോർഡ്സ്. ഇത് നോർമലി ആക്ച്വൽ ആൻഡ് റെക്കോർഡഡ് സ്റ്റോക്ക് ഷുഡ് മാച്ച്, but differences can happen due to avoidable or unavoidable causes. അതിലെന്താ പറയുന്നത്, ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, റെഗുലർ ഫിസിക്കൽ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്ക്, നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യാണ്, കുറച്ച് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതായത് ബിൻ കാർഡ് അല്ലെങ്കിൽ സ്റ്റോർ ലെഡ്ജിൽ എന്ത് ചെയ്യും, സ്റ്റോർ ലെഡ്ജറിലെ റെക്കോർഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, സാധാരണയായിട്ട് ആക്ച്വൽ സ്റ്റോക്ക് ഉണ്ടാവില്ല, നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക്, നോർമലി ഉള്ള ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റോക്ക്, അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മളെ കമ്പനിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച സ്റ്റോക്കുമായിട്ട് എന്ത് വേണം, ഒരു യോജിപ്പ് വേണം. അപ്പം ചിലപ്പോ എന്താവാറില്ല, അങ്ങനെ വരാറില്ല. അപ്പൊ അതിനാണ് രണ്ട് കോസസ് പറഞ്ഞത്, എന്ത് അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ കോസസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അവോയ്ഡബിൾ കോസസിൽ പറയുന്നത്, ഷ്രിങ്കേജ് ആൻഡ് ഇവാപൊറേഷൻ അല്ലെ. ഫസ്റ്റ് ഇത് നമ്മൾ കുറെ കേട്ട് ഉള്ള വാക്കുകളല്ലേ, ഷ്രിങ്കേജ് ആൻഡ് ഇവാപൊറേഷൻ, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ. അപ്പൊ ഷ്രിങ്കേജ് ആൻഡ് ഇവാപൊറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മളെ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി കുറയുക എന്താണ്. അപ്പൊ എന്ത് വരും, ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഒരു ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ട് തീർന്നു പോകില്ലേ, അതിന്റെ ക്വാണ്ടിറ്റി കുറയുന്നില്ലേ, അത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞതുള്ളത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കോസിങ് ഡിറ്ററിയറേഷൻ. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ട് അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ എക്സെട്ര. അത് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത കോസസ് ആണ് അല്ലെ, കാരണങ്ങളാണ്. കാരണം നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ ക്ലൈമറ്റ് ഒന്നും. അപ്പൊ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അതിന് കാരണങ്ങളാവാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, പെട്ടെന്നുള്ള മഴ, അതുപോലെ തന്നെ ചൂട്, പെട്ടെന്ന് നല്ലൊരു ചൂടൊക്കെ വന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ മെറ്റീരിയൽസ് ഇപ്പോ എന്താ പറയാ,
ഈ ദ്രാവകം പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അതിനെല്ലാ ക്ലൈമറ്റും പറ്റണമെന്നില്ലല്ലോ. കൂടുതൽ ചൂടാണെന്നുണ്ടെങ്കിൽ അത് പറ്റണമെന്നില്ല. എന്നാ മഴ സീസൺ ആകുമ്പോൾ അതും പറ്റണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മെറ്റീരിയൽസ് മാറിപ്പോവും. ഇനി തേർഡ്, ലോസസ് അറൈസിങ് കട്ട് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ബൾക്ക് മെറ്റീരിയൽസ് ആസ് ഇൻ കേസ് ഓഫ് സേവിങ് വുഡ്. അപ്പൊ നമ്മള് വലിയ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ചെറിയ പാർട്സ് ആക്കി മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും? അതില് കുറവുകൾ വരും. ഇപ്പൊ എക്സാമ്പിൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? സേവിങ് വുഡ്സ്. ഇപ്പം നമ്മള് മരത്തിന്റെ കട്ടികൾ ഉണ്ടാവുമല്ലോ, അതിലെന്ത് ചെയ്യുക? ചെറിയ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നഷ്ടപ്പെടും. പിന്നെ ഫോർത്ത് പോയിന്റ്, ലോസസ് ഡ്യൂ ടു ആക്സിഡന്റ്, ഫയർ എക്സെട്ര. ഏതൊക്കെയാ ലോസസ്? ആക്സിഡന്റ്, ഫയർ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസസ് അല്ല. നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ ആക്സിഡന്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു തീപിടുത്തം വരുമോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയൂല. അതൊക്കെ എന്താണ്? അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസസ് ആണ്. ഇനി അവോയ്ഡബിൾ കോസസിൽ എന്തൊക്കെയാ പറയുന്നത്? എറേഴ്സ് ഇൻ പോസ്റ്റിംഗ് ഓർ കാൽക്കുലേഷൻ ഓഫ് റെസിപ്റ്റ്സ്, ഇഷ്യൂ ഓർ ബാലൻസസ് ഇൻ ബിൽ കാർഡ്സ്, സ്റ്റോർ ലെഡ്ജർ. ബിൽ കാർഡുകളിൽ അല്ലെങ്കിൽ സ്റ്റോർ ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെറ്റീരിയൽസ് ബിൽ കാർഡുകളിൽ അല്ലെങ്കിൽ സ്റ്റോർ ലെഡ്ജറിൽ നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ എന്ത് പറ്റുക? നമുക്ക് നമ്മളെ എറേഴ്സ് വരിക. എക്സാമ്പിൾ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, അത് എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തു? നമ്മളത് എടുക്കാനായിട്ട് മറന്നിട്ടുണ്ട്. അപ്പം ലെഡ്ജറിൽ എന്താണത്? റെക്കോർഡിംഗ് ആണ്, പക്ഷെ നമുക്ക് എന്താണ്? ലോസും ആണ്. പിന്നെ സെക്കൻഡ് പോയിന്റ്, പിൽഫറേജ് ആൻഡ് ബ്രേക്കേജസ്. പിൽഫറേജ് ആൻഡ് ബ്രേക്കേജസ് എന്ന് പറഞ്ഞാല് അതിലെന്താ പറയാന്ന് വെച്ചാല് ബ്രേക്കേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? തെഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? മെറ്റീരിയൽസ് നഷ്ടപ്പെടുക. പിന്നെ തേർഡ് പോയിന്റ്, എൻറ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ ദി റോങ് ബിൻ കാർഡ് ഇൻ റോങ് സ്റ്റോർ ലെഡ്ജർ. തെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബിൻ കാർഡുകളിലും അതുപോലെ തന്നെ സ്റ്റോർ ലെഡ്ജറിലും എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ അശ്രദ്ധ മൂലം ഉണ്ടാവുന്ന കോസസ് ആണ്. അതുകൊണ്ടാണ് അവോയ്ഡബിൾ കോസസ് എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് പെർപച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണ്. അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഫസ്റ്റ് വന്നത് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ദിവസത്തിന്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? നമ്മൾ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പൊ സിൻസ് സിസ്റ്റം ഈസ് ഓൾവേസ് അപ്ഡേറ്റഡ്, യു ഓൾവേസ് നോ ദി എക്സാക്ട് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് യു ഹാവ്. അതെന്താന്ന് പറയുന്നത്? വൺ മിനിറ്റ്. സിസ്റ്റം എപ്പോഴും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. സ്റ്റോക്ക് അത് എന്തിനാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇതിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, നോ ഇയർ എൻഡ് ഫിസിക്കൽ കൗണ്ട്. യു ഡോണ്ട് നീഡ് ടു do a large scale stock count at the end of the year because your records are always up to date. അതിലെന്താ പറയുന്നത് വെച്ചാല് ഇപ്പൊ നമ്മള് ഒരു വർഷം അവസാനിക്കുമ്പോൾ അതിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മള് ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ സ്റ്റോക്ക് ഒരു വർഷത്തിന്റെ അവസാനം എന്താവശ്യമില്ല എന്നാ പറയുന്നത്? സ്റ്റോക്കിന്റെ ചെക്കിങ് ആവശ്യമില്ല എന്നാ പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കല്ലേ? അപ്പം നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ കഴിയും. ഓക്കെ അല്ലേ? തേർഡ് പോയിന്റ്, അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട്സ്. യു അവോയ്ഡ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ബിക്കോസ് ദി സിസ്റ്റം ട്രാക്ക് യൂസേജ് ഇൻ റിയൽ ടൈം ആൻഡ് ക്യാൻ അലേർട്ട് യു ടു പ്ലേസ് ഡ്യൂ ഓർഡേഴ്സ് ഓൺ ടൈം. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ഔട്ട്. സ്റ്റോക്ക് തീരുന്നത് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം
നമ്മൾ സ്റ്റോക്ക് യൂസ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിന്റെ ഓർഡർ നമുക്ക് ടൈംലി അറിയാനായിട്ട് കഴിയും. അപ്പം ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്റ്റോക്ക് ഔട്ട് ആവുന്നതിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസസ് എറേഴ്സ്. എറർ എന്ത് ചെയ്യാണ്? നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. സിൻസ് എവറി ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി ദ ചാൻസസ് ഓഫ് മിസ്റ്റേക്സ് ലൈക്ക് മിസ്കൗണ്ടിങ് സ്റ്റോക്ക് ഓർ തെഫ്റ്റ് ആർ ഗ്രീറ്റ്ലി റെഡ്യൂസ്ഡ്. ഫോർത്ത് പോയിന്റിൽ എന്താ പറഞ്ഞത്? എവറി ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ് റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ചാൻസസ് ഓഫ് മിസ്റ്റേക്ക്, അപ്പൊ മിസ്റ്റേക്ക് വരാനും അതുപോലെ തന്നെ സ്റ്റോക്കിന് മിസ്കൗണ്ടിങ് വരാനുള്ള ചാൻസസ് ഒക്കെ എന്താണ്? കുറവാണ്. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് കോസ്റ്റ് എഫക്റ്റീവ് അല്ലെ? കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാല് ബിക്കോസ് ദർ ഈസ് നോ നീഡ് ഫോർ റെഗുലർ മാനുവൽ സ്റ്റോക്ക് ടേക്കിംഗ്, യു സേവ് ടൈം ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് റിലേറ്റഡ് ടു സ്റ്റോക്ക് ചെക്സ്. അതിലെന്താ പറയുന്നത്? ഫിഫ്ത്ത് പോയിന്റില് നമ്മൾ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് എന്തിനാ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്തിനൊക്കെ സഹായിക്കും? നമ്മുടെ ടൈമും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഇപ്പം ചെക്ക് ചെയ്യാനുള്ള കോസ്റ്റുകളൊക്കെ എന്താണ്? നമുക്ക് കുറവാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ബെറ്റർ പ്ലാനിങ് ആണ്. റിയൽ ടൈം അപ്ഡേറ്റ്സ് ഹെൽപ്സ് ബിസിനസ് പ്ലാൻ ബെറ്റർ ഫോർ ഫ്യൂച്ചർ ഓർഡേഴ്സ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ്. അപ്പം സിക്സ്ത് പോയിന്റിൽ എന്താ പറയുന്നത്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിയൽ ടൈം അപ്ഡേറ്റ്സ് എന്ത് ചെയ്യാൻ കഴിയും? എന്തിനെ ഹെൽപ്പ് ചെയ്യും? ബിസിനസ് പ്ലാൻ ബെറ്റർ ഫോർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ബെറ്റർ പ്ലാന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോനെ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നും കൂടി പറയും. അപ്പം എന്താണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് നോക്കാം. The inventory turnover ratio is a measure of how efficiently a company is managing its inventory. It tells us how many times a company's inventory is sold and replaced over a given period. Usually 1 year. അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ എത്ര സോൾഡ് അതുപോലെ തന്നെ എത്ര റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ സോൾഡ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു അളവാണ് എന്തെന്ന് പറയുന്നത്? റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് കൂടി പറയാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ നമ്മൾ എത്ര സോൾഡ് ചെയ്തു, നമുക്ക് എത്ര റീപ്ലേസ് ചെയ്ത് എന്ന് കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഒരു ടൈം പീരീഡിൽ കമ്പനി എത്ര ടൈം അതിന്റെ സ്റ്റോക്ക് വിറ്റു, അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് വിറ്റു, പിന്നെ അപ്പോൾ ഒരു ടൈം പീരീഡിൽ ഒരു കമ്പനി എത്ര തവണ സ്റ്റോക്ക് വിറ്റ് എന്നതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ വിറ്റു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി എത്ര സോൾഡ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് കാണിക്കുന്ന ഒരു അളവ് അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ് ഒരു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്? ഒരു ടൈം പീരീഡിൽ കമ്പനി എത്ര തവണയാണ് സ്റ്റോക്ക് സോൾഡ് ചെയ്ത് പോയത് എന്നതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിന് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു CGS ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. CGS നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ CGS എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മളെ ഗുഡ്സ് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? CGS എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഫോർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, CGS ദ കോസ്റ്റ്
the cost incurred to produce or purchase the goods that have been sold. ആ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എന്താ പറഞ്ഞത്? CGS എന്ന് പറഞ്ഞാല് വിറ്റുപോയ, നമുക്ക് സോൾഡ് ആയി പോയ ഗുഡ്സിന്റെ ഉണ്ടായ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് CGS എന്ന് പറഞ്ഞത്. പിന്നെ ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ദി ആവറേജ് വാല്യൂ ഓഫ് ദി ഇൻവെന്ററി ഫോർ ദ പീരീഡ്. എന്താ പറഞ്ഞത്? ദ ആവറേജ് വാല്യൂ ഓഫ് ദി ഇൻവെന്ററി ഫോർ ദി പീരീഡ്. എന്താണ് ആവറേജ് ഇൻവെന്ററി? ഒരു ടൈം പീരീഡിൽ സ്റ്റോക്കിന്റെ ആവറേജ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. പിന്നെ എന്ത് പറഞ്ഞു? കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദി ബിഗിനിങ് ഇൻവെന്ററി ആൻഡ് ദി എൻഡിങ് ഇൻവെന്ററി. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ബിഗിനിങ് ഇൻവെന്ററിയും പ്ലസ് എൻഡിങ് ഇൻവെന്ററിയും ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ആവറേജ് ഇൻവെന്ററി കാണുന്നത്. ഇനി ഹൗ ടു ഇന്റർപ്രറ്റ് ദ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാക്കിയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഹൈ റേഷ്യോ ആൻഡ് ലോ റേഷ്യോ. ഫസ്റ്റ് വൺ എന്താണ്? ഹൈ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി കമ്പനി ഈസ് സെല്ലിംഗ് ഇറ്റ്സ് ഇൻവെന്ററി ക്വിക്ക്ലി. അപ്പം ഹൈ ഇൻവെന്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ കമ്പനി സെല്ലിംഗ് ഇറ്റ്സ് ഇൻവെന്ററി. അതിന്റെ ഇൻവെന്ററി എല്ലാം കമ്പനി എന്ത് ചെയ്യും? പെട്ടെന്ന് ക്വിക്കായിട്ട് എന്ത് ചെയ്യും? സെൽ ചെയ്യും. വിച്ച് ജനറലി മീൻസ് ദി കമ്പനി ഹാസ് ഗുഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് എ സ്ട്രോങ് സെയിൽസ് പെർഫോമൻസ്. ജനറലി നമ്മൾ എന്ത് പറയും? നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ ഇൻവെന്ററി എല്ലാം സെൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് പറയുന്നുണ്ട്? ഗുഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സ്ട്രോങ് സെയിൽസ് പെർഫോമൻസ്. അവിടെ എന്തുണ്ട്? ഒരു സ്ട്രോങ് സെയിൽ പെർഫോമൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഇൻവെന്ററി സെൽ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് എന്തുണ്ട്? ഒരു നല്ലൊരു ഇൻവെന്ററി മാനേജ്മെന്റും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സെയിൽസ് പെർഫോമൻസും ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ റേഷ്യോ. ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? എ ലോ ടേൺ ഓവർ റേഷ്യോ മീൻസ് ദി കമ്പനി ഈസ് നോട്ട് സെല്ലിംഗ് ഇറ്റ്സ് ഇൻവെന്ററി ആസ് ക്വിക്ക്ലി. നേരെ റിവേഴ്സ്, നമ്മൾ ഹൈ റേഷ്യോന് നേരെ റിവേഴ്സ് തന്നെയാണ് ലോ റേഷ്യോ എന്ന് പറയുന്നത്. മറ്റത് എന്താണ്? പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി സെൽ ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നില്ല? സെല്ല് ചെയ്യുന്നില്ല. വിച്ച് മൈറ്റ് ഇൻഡിക്കേറ്റ് സ്ലോ സെയിൽസ്. അവിടെ എന്താണ്? സ്ലോ സെയിൽസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഓവർ സ്റ്റോക്കിങ്, പിന്നെ അതുപോലെ തന്നെ പുവർ ഇൻവെന്ററി മാനേജ്മെന്റും സ്ലോ സെയിൽസും അതുപോലെ തന്നെ ഓവർ സ്റ്റോക്കിംഗ് ഒക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഹൈ റേഷ്യോ, ലോ റേഷ്യോ. ഇനി വൈ ഈസ് ദ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇൻവെന്ററി കൺട്രോൾ ഒരു മാനേജ്മെന്റിൽ, ഒരു കമ്പനിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ കാരണം ഉണ്ടാവുക? രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്പ് ആക്സസ് എഫിഷ്യൻസി. അതിലെന്ത് പറഞ്ഞത്? ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമൈൻ ഹൗ വെൽ കമ്പനി ഈസ് മാനേജിങ് ഇറ്റ്സ് ഇൻവെന്ററി ഇൻ റിലേഷൻ ടു സെയിൽസ്. അതിലെന്താ പറയുന്നത്? ഒരു കമ്പനി എത്ര കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നു എന്നറിയാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എഫിഷ്യന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ക്യാൻ ലീഡ് ടു ലോവർ സ്റ്റോറേജ് കോസ്റ്റ്, റെഡ്യൂസ് ഒബ്സലൻസസ് ആൻഡ് ഹയർ പ്രോഫിറ്റ് മാർജിൻസ്. അതിലെന്താ പറയുന്നത്? നമ്മൾ ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. അപ്പം നമ്മുടെ എന്താ പറയാ, ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ത് ചെയ്ത് കുറച്ച് നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയാണ് എന്താണ് ഫോർത്ത് മൊഡ്യൂളിലെ തിയറി പോർഷൻസ് പറഞ്ഞാല്. ഇനി പ്രോബ്ലംസ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റോക്ക് ലെവൽസ് പഠിച്ചില്ലേ? ആ സ്റ്റോക്ക് ലെവൽസിന് കുറച്ച് പ്രോബ്ലംസും അതുപോലെ തന്നെ EOQന്റെ പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോകും. അപ്പൊ ഇന്ന് എടുത്തതെന്ന് വെച്ചാല് നമ്മള് ഇൻവെന്ററി കൺട്രോളിന്റെ യൂണിറ്റില് മീനിങ്ങും അതിന്റെ ഒബ്ജക്റ്റീവ്സും പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഏതൊക്കെ ടെക്നിക്സാ പറഞ്ഞത്? ABC അനാലിസിസ് പറഞ്ഞു. സെക്കൻഡ് സ്റ്റോക്ക് ലെവൽസ് പറഞ്ഞു. സ്റ്റോക്ക് ലെവൽസിൽ തന്നെ റീഓർഡർ ലെവല്, അതുപോലെ തന്നെ മിനിമം ലെവല്, മാക്സിമം ലെവല്, ഡേഞ്ചർ ലെവല്, ആവറേജ് സ്റ്റോക്ക് ലെവല്. പിന്നെ നമ്മൾ പറഞ്ഞത് റീഓർഡർ ക്വാണ്ടിറ്റി ആണ്. അതിൽ EOQ പറഞ്ഞു.
ഇയോക്കിന്റെ ഫോർമുല പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ, ഇയോക്കിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, √2UO ഡിവൈഡഡ് ബൈ ഐ എന്നുള്ളതാണ്. പിന്നെ സ്റ്റോർ റെക്കോർഡ്സ് പറഞ്ഞു. അതിൽ ബിൻ കാർഡ് എന്താ, സ്റ്റോർ ലെഡ്ജർ എന്താന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് 3 വേറെയും പറഞ്ഞു. ഏതൊക്കെയാണ്, ഗുഡ്സ് റിസീവ്ഡ് നോട്ടും മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പും മെറ്റീരിയൽ റിട്ടേൺ നോട്ടും. പിന്നെ എന്താണ് പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം, അതിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് 2 കേസസ് കോസസ് ആണുള്ളത്. ഒന്ന് അവോയ്ഡബിൾ ഉണ്ട്, അൺഅവോയ്ഡബിൾ ഉണ്ട്. അത് രണ്ടും പറഞ്ഞ്. പിന്നെ പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. പിന്നെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറഞ്ഞു. അതിന്റെ ഫോർമുല എങ്ങനെയാണ്, CGS ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. CGS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആവറേജ് ഇൻവെന്ററി എങ്ങനെ കാണാന്നാ പറഞ്ഞത്, കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ബിഗിനിങ് ഇൻവെന്ററി ആൻഡ് എൻഡിങ് ഇൻവെന്ററി. ബിഗിനിങ് ഇൻവെന്ററി തുടക്കത്തിലുള്ള ഇൻവെന്ററി നമ്മൾ ആഡ് ചെയ്തു, അതിലേക്ക് എൻഡിങ് ഇൻവെന്ററി ആഡ് ചെയ്തു, ദെൻ ഡിവൈഡഡ് ബൈ 2. അതിനെ രണ്ടുകൂടെ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ആവറേജ് ഇൻവെന്ററി കിട്ടുക. പിന്നെ ഹൈ റേഷ്യോ പറഞ്ഞു, ലോ റേഷ്യോ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇൻവെന്ററി ഇത്ര ഇമ്പോർട്ടന്റ് എന്നുള്ളതിന്റെ 2 കേസും പറഞ്ഞു. ഓക്കെ അല്ലേടാ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് തിയറി, പ്രോബ്ലംസ് പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നമ്മള് 4th യൂണിറ്റിത്തെ തിയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.